അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് ശരിയും തെറ്റും ചുമതലപ്പെട്ടവർ തീരുമാനിക്കട്ടെ എന്ന്. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ അപേക്ഷ പിൻവലിക്കാൻ ഹൈക്കോടതി അനുമതി കൊടുത്തിട്ടുണ്ട്. അതേ തുടർന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്, അതായത് ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കി അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാം എന്നാണ്. ആ രീതിയിലാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ കൃത്യമായി ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഏത് അതോറിറ്റിയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്, ആ അതോറിറ്റി തീരുമാനിക്കട്ടെ എന്നാണ്. അല്ലാതെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം പോലും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഇപ്പോൾ ചാൻസലറുടെ കൈകളിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാം. അതായത് ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അത് സിൻഡിക്കേറ്റ് യോഗം പിൻവലിച്ച നടപടി ശരിയാണോ അല്ലയോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ അത് തുടരട്ടെ എന്ന് തീരുമാനിക്കാം. അതിൻ്റെ അതോറിറ്റി ചാൻസലർ കൂടിയായ ഗവർണറാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലല്ലേ SFIയുടെ ഇന്നത്തെ അതിക്രമങ്ങളെ കാണേണ്ടത്. മാത്രമല്ല ഡോക്ടർ സിസ തോമസിനെ കൈകാര്യം ചെയ്യുക എന്നൊരു അജണ്ടയും ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞതാണ് അക്കാര്യങ്ങൾ. അവധിയിൽ പോയ, അതായത് വിദേശത്ത് പോയ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, അദ്ദേഹം വ്യാഴാഴ്ച തിരികെ എത്തും. അദ്ദേഹത്തെ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ദൃഢനിശ്ചയവുമായിട്ട് SFI ഗുണ്ടകൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. അതായത് ഒരു മുന്നറിയിപ്പ്, നിങ്ങൾ ഈ ക്യാമ്പസിൽ കാല് കുത്തുകയാണെങ്കിൽ ഞങ്ങൾ ഈ രീതിയിലൊക്കെ പ്രതികരിക്കുമെന്ന ഒരു സൂചന തന്നെയല്ലേ, ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ ഇന്ന് SFIക്കാർ നൽകിയത്. അതായത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം. ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ SFI എന്ത് തീരുമാനിക്കുന്നു അത് മാത്രമേ കേരളത്തിലെ സർവകലാശാലകളിലും കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിലും നടക്കൂ എന്ന ആ വാശി, നിർബന്ധ ബുദ്ധി, അത് തന്നെയല്ലേ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രകടമായത്. ശ്രീ അനിൽ നമ്പ്യാർ, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇത് വിദ്യാർത്ഥികളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സർവീസ് മാറ്റർ അല്ലേ? ഇവിടെ സമരം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷേധിക്കണമെങ്കിൽ മുന്നോട്ട് വരേണ്ടത് തൊഴിലാളി സംഘടനകളല്ലേ? ഈ സർവകലാശാലയിലും കേരള സർവകലാശാലയിലും മറ്റെല്ലാ സർവകലാശാലകളിലും തൊഴിലാളി യൂണിയനുകളുണ്ടല്ലോ. പല തലങ്ങളിൽ പല തരങ്ങളിൽ എല്ലാ നിലവാരത്തിലുമുള്ള തൊഴിലാളി യൂണിയനുകളുണ്ട്. അപ്പോൾ ഇതൊരു സർവീസ് മാറ്റർ എന്നുള്ള നിലയിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം അങ്ങനെ അല്ലല്ലോ ഇത് കണക്കിലെടുക്കുന്നത്. പോലീസിന്റെ ദൗത്യം ഇവിടെ എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കലാപകാരികളെ കൃത്യമ നിർവഹണത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കുകയും അവർക്ക് കാവൽ നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച കേരളം മുഴുവൻ കണ്ടതാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SFI എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? ഇവിടെ SFI ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. ഓക്കെ, അതൊരു ഭീകര വിദ്യാർത്ഥി സംഘടന തന്നെയാണ്. അതാണല്ലോ ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് അവകാശപ്പെടുന്ന SFI വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ, സിലബസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഹോസ്റ്റൽ നടത്തിപ്പിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ കോളേജിന്റെ കാര്യത്തിലോ അവർക്ക് എന്തുകൊണ്ട് ആശങ്കയില്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിലെ ബാത്റൂമിൽ പോലും കൊളുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കാര്യത്തിൽ SFIക്ക് ഇടപെടാനില്ല. മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീഴുന്നു, SFIക്ക് പ്രതിഷേധമില്ല. ഇവിടെ ഹോസ്റ്റലുകളിൽ റാഗിങ് നടക്കുന്നു, SFIക്ക് പ്രതിഷേധമില്ല. വിദ്യാഭ്യാസ രംഗം കുത്തൊഴുക്ക് താറുമാറായിരിക്കുന്നു, SFIക്ക് യാതൊന്നും മിണ്ടാനില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകളിൽ കുട്ടികളെ കിട്ടാനുണ്ടോ? ഞാൻ അറിയുന്ന ഞാനിപ്പോ കോളേജിന്റെ പേരൊന്നും പറഞ്ഞില്ല, പറഞ്ഞ കോളേജിനെ കൂടെ നാണക്കേടാ. അതായത് മലയാളം ഡിപ്പാർട്ട്മെന്റില് 40-50 കുട്ടികളെ പ്രവേശിപ്പിക്കാമെന്നെടുത്ത് ഒരൊറ്റ കുട്ടിയാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ആ കുട്ടി വരുമോ ഇല്ലയോ എന്ന് എനിക്ക് കണ്ടറിയണം. എന്നാൽ ഇവിടെ നാട്ടിൽ കുട്ടികളില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ കേരളത്തിൽ ഡിഗ്രി പഠിക്കാത്തത്?
എന്തുകൊണ്ടാണ് കേരളത്തിലെ മന്ത്രിമാരുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ പഠിക്കാത്തത്? MLA-മാരുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ പഠിക്കാത്തത്? അവരൊക്കെ കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഇവിടെ ആളൊഴിഞ്ഞ കലാലയങ്ങൾ കിടക്കുമ്പോൾ SFIക്ക് പ്രശ്നമില്ല. അപ്പോൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളല്ലല്ലോ ഇപ്പൊ SFI കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ CPM-ന്റെ ഭീകര പോരാളികളായി അവരുടെ ഇംഗിതം നടപ്പാക്കാൻ വേണ്ടി പോലീസിന്റെ സംരക്ഷണത്തിൽ പോലീസ് അവരെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ കണ്ടതാണ്. പോലീസ് അവർക്ക് കാവൽ നിൽക്കുന്നു, അവർ ഇഷ്ടം പോലെ അക്രമം കാണിക്കുന്നു. അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ CPM-ന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂലിപ്പട്ടാളമായിട്ട് SFI അധപതിച്ചിരിക്കുന്നു. കേരള പോലീസ് അവർക്ക് കാവൽ നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കേരള പോലീസ് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ ആരെങ്കിലും അകത്ത് കടക്കുമോ? അകത്ത് കടക്കാത്ത വിധം പ്രതിരോധിക്കാൻ പോലീസിന് അറിയാമല്ലോ, പ്രതിരോധിച്ചിട്ടുണ്ടല്ലോ പല മേഖലകളിലും. SFI-കാരുടെ കാര്യത്തിൽ വരുമ്പോൾ നിലപാട് മാറുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത് ഭരണകൂട ഭീകരതയാണ്. ഭരണകൂട ഭീകരത, അതിനപ്പുറം ഒരു വാക്കെനിക്ക് പറയാൻ അറിയില്ലാത്തത് കൊണ്ടാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം പരിപൂർണമായിട്ട് നശിപ്പിച്ച് മറ്റാർക്കെങ്കിലും ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണകൂട പിന്തുണയോടെയുള്ള വലിയ വിദ്യാഭ്യാസ അട്ടിമറിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിന്റെ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി ഒന്നും കേരളത്തിൽ കയറ്റുകയില്ല എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കലാപത്തിന്റെ പിന്നിലുള്ള കാരണം ശ്രീ അനിൽ നമ്പ്യാർ, എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഇതാണ്. ആരോഗ്യരംഗത്ത് സംഭവിച്ചിരിക്കുന്ന അതിഭീമമായിട്ടുള്ള തകർച്ച, അത് ചർച്ച ചെയ്യപ്പെടരുത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണത് ചർച്ച ചെയ്യപ്പെടരുത്. അവിടെ രോഗിയുടെ കൂട്ടിരിപ്പുകാർ മരിച്ചത് ചർച്ച ചെയ്യപ്പെടരുത്. ആ സമയം നോക്കി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയത് ചർച്ച ചെയ്യപ്പെടരുത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എങ്കിൽ അജണ്ട മാറ്റി സെറ്റ് ചെയ്യണം. അതിലൊരു കലാപം അഴിച്ചുവിടണം. പിന്നാലെ മാധ്യമങ്ങൾക്ക് ആ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും എന്നിവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വിഷയം മാറ്റി രക്ഷപ്പെടാനും കേരളത്തിന്റെ വിഷയം ഇതൊന്നുമല്ല, ആരോഗ്യരംഗമല്ല, അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയല്ല, നിപ്പ വൈറസ് വീണ്ടും വരുന്നതല്ല, നിപ്പ മരണങ്ങൾ വർദ്ധിക്കുന്നതല്ല, കോവിഡ് വീണ്ടും വരുന്നതല്ല, ഇതൊന്നും അല്ല പ്രശ്നം. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള കലാപ നാടകമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശിവൻകുട്ടിയെ എന്താണോ നിയമസഭയ്ക്കകത്ത് കാണിച്ചത്, ശിവൻകുട്ടിയുടെ അനുയായികൾ അത് തന്നെയാണ് ഇപ്പൊ സർവകലാശാലയ്ക്ക് അകത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, കേരള സർവകലാശാല ആരംഭിക്കുന്ന സമയത്ത് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈനെ കൊണ്ടുവന്ന് അതിന്റെ വൈസ് ചാൻസലർ ആക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു നിലവാരം ഉണ്ടായിരുന്ന ഒരു സർവകലാശാലയുടെ ഗതികേടാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഒരു തുറന്ന യുദ്ധം CPIM പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയോടാണ്. അതിന് ഗുണ്ടകളായിട്ട് SFIയെ ഉപയോഗിക്കുകയാണ്, അതിന് കാവൽക്കാരായി നിൽക്കുകയാണ് കേരളത്തിന്റെ പോലീസ്. ഇതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ ശ്രീ PS ഗോപകുമാർ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹം ഇതിന് കൈകാര്യം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇത് പൊതുസ്വത്താണ്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ്. അതിന്റെ ഗൗരവം, അതിന്റെ പവിത്രതയും അതിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും ഇവിടെ ഒരു പ്രശ്നവുമല്ല. വിദ്യാഭ്യാസ മേഖല എങ്ങനെ തകർന്നാലും, ആരോഗ്യ മേഖല എങ്ങനെ തകർന്നാലും കുഴപ്പമില്ല. സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചു വയ്ക്കണം. മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടരുത്, ചർച്ച ചെയ്യപ്പെടരുത്. അതുകൊണ്ട് ജനവിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങളെയൊക്കെ മറയിടാനും വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടിയിട്ടുള്ള ഒരു സമര ആഭാസം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. താങ്കൾ ചിന്തിച്ചത് ശരിയാണ്. അതായത് ഈ വഴിതിരിച്ചു വിടുക, അത് സാധാരണ നടക്കാറുള്ളതാണ്. ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് കിടക്കുന്നു, പല പ്രശ്നങ്ങളുമുണ്ട് ആ രംഗത്ത്. അതൊന്നും പരിഹരിക്കാതെ ആരോഗ്യമന്ത്രി വിടുവായത്തം പറഞ്ഞ് നടക്കുകയാണ്. മുഖ്യമന്ത്രിയാവട്ടെ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊന്നും ചർച്ച ചെയ്യപ്പെടരുത്. കേരള സർവകലാശാലയിലെ വിഷയങ്ങൾ അത് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കട്ടെ മാധ്യമങ്ങൾ. മാത്രമല്ല SFI ഇനി ഗുണ്ടായിസം കാണിച്ചാലും അത് വന്നാലും കുഴപ്പമില്ല, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നത് തന്നെയാണ് അവരുടെ